ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പാവയ്ക്ക വിഴുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് സുഹൃത്തുക്കളെ. ആദ്യം നമ്മൾ ഇങ്ങനെ ഞൊരിഞ്ഞൊര പാവയ്ക്ക എടുത്ത് അരിയുക. പാവയ്ക്ക അരിഞ്ഞ ശേഷം നമ്മൾ ഉള്ളി എടുത്ത് ഇതുപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിക്കുക. കുനുകുനാന്നല്ല, സാധാരണ നമ്മൾ ഉള്ളിക്കറി വയ്ക്കുമ്പോൾ അരിയുന്നവരെ അരിഞ്ഞാൽ മതി. ഇതിന് ശേഷം കടുക് പൊട്ടിക്കുന്ന സീനുണ്ട് ഗൈസ്, അത് ഷൂട്ട് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക, സോറി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും കിണ്ടൽ ആരംഭിക്കുക ഗൈസ്. അപ്പോൾ പാവയ്ക്ക നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നല്ലപോലെ ആഡ് ചെയ്തിട്ട് വീണ്ടും പഴയ പ്രോസസ്സ് തന്നെ, കിണ്ടൽ ഓൺ ദ ഫ്ലോർ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഗൈസ്, അത് പറയാൻ മറന്നുപോയി. അതിന് ശേഷമാണ് നമ്മൾ കിണ്ടൽ ആരംഭിക്കേണ്ടത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയാവും. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഴുക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.